ആയിരുന്നു. അവർ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രൊജക്റ്റിലോട്ട് എവിടെ ചെന്നാലും നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ആരും പൈസ എടുത്തില്ല. മണി ഡസ് നോട്ട് കം സോ ഈസിലി. നമുക്ക് കാശ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ പുറകെ കുറച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ ഈ 40 lakhs വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇത്തരം ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ആ കോൺഫിഡൻസിൽ ഇപ്പോഴും ഇതിനകത്ത് പലർക്കും ആ ഒരു സംശയമുണ്ട്, 40 ലക്ഷം രൂപ ഒന്നും നടക്കുന്ന കാര്യമില്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? നമുക്ക് നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലൂടെ നമ്മളൊക്കെ, കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ ഭാസ്കരനാണ് അദ്ദേഹം ഒരുപാട് ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ 2-3 വർഷം കൂടെയൊക്കെ എനിക്ക് നിൽക്കും. അപ്പം അടുത്ത തലമുറയിലേക്ക് ഏറ്റെടുക്കണം. അപ്പോൾ ഈ ഇത്രയും സാമ്പത്തികം നമുക്ക് സ്വരൂപിക്കണം. അതിന് നമുക്ക് ഗവൺമെൻറ്റിൽ കുറേ പ്രോജക്ട്സ് ഉണ്ട്, ഈ പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് സന്ദർശിക്കാം, നമുക്ക് കാശ് ഉണ്ടാക്കാം. പക്ഷേ ആ ഒരു മനസ്സോടുകൂടി നമുക്കൊരു ടീമിനുണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കുറേ കമ്പ്യൂട്ടറും സാധനങ്ങളും ഓഡിയോ മെഷീനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ വളരെ എന്താണ് കഴിവുള്ള, അതായത് കമ്പ്യൂട്ടറിനെ പറ്റി നല്ല ധാരണയുള്ള ആൾക്കാരിവിടെ വർക്ക് ചെയ്യാൻ വേണം. അത് ഒരു സിൻസിയറിറ്റിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ സിൻസിയറായിട്ടുള്ള ആൾക്കാർ നമുക്കിപ്പം ഗവൺമെൻറ് ലെവലിൽ, ഇപ്പോൾ ഞാൻ എത്തിക്കുന്ന വേറൊന്നും പറയില്ല, ഗവൺമെൻറ് ഇപ്പോൾ പബ്ലിക് ലൈബ്രറി ഇവിടുത്തെ കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി രണ്ടിടത്ത് കമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മൾ ഒരു പബ്ലിക് ലൈബ്രറി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ആളെ സ്വീകരിക്കുക, ആ ആറ്റിറ്റ്യൂഡ് മാറണം. ഞാൻ ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി